ഓം ശാന്തി. കാലഘട്ടം കലിയുഗമാണ്. ദുഃഖവും അശാന്തിയും ടെൻഷനും മനുഷ്യനെ മാക്സിമം വിഴുങ്ങുകയാണ്. ഈ സമയത്ത് ഉറച്ച വിശ്വാസത്തിൻ്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ, ഓരോ ശ്വാസത്തിലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതായിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ, എത്ര തന്നെ വൈരുദ്ധ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടക്കേണ്ടി വന്നാലും, എത്ര അതികഠിനമായിരിക്കുന്ന ഒരു പരീക്ഷണത്തിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടി വന്നാലും ഒരിക്കലും നമ്മൾ തളരില്ല. ആ കൈകളുടെ ശക്തി, ആ താങ്ങും ആ തണലും എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് രക്ഷകനായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരികയും നമ്മളെ ജീവിതത്തിൽ കൈത്താങ്ങായിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മഹാഭാരതത്തിലെ 1-2 സന്ദർഭങ്ങൾ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. മഹാഭാരത യുദ്ധത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അർജുനനും ദുര്യോധനനും ഒരുപോലെ ശ്രീകൃഷ്ണനോട് സഹായം തേടി ചെന്നിരുന്നു. ആദ്യം ചെന്നതായിരിക്കുന്ന ദുര്യോധനൻ കൃഷ്ണൻ്റെ തലഭാഗത്തും പിന്നീട് ചെന്നതായിരിക്കുന്ന അർജുനൻ കൃഷ്ണൻ്റെ കാൽഭാഗത്തും ഇരുന്നു. കണ്ണു തുറന്ന് ആദ്യം കൃഷ്ണൻ കണ്ടത് അർജുനനെയാണ്. അർജുന, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദുര്യോധനൻ പറയുകയാണ്, ഞാനാണ് ആദ്യം വന്നത് എന്ന്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, നീ ആദ്യം വന്നുവെങ്കിൽ പോലും എൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. മാത്രമല്ല, നിങ്ങൾ ഇരുവരും നോക്കിക്കഴിഞ്ഞാൽ ചെറിയവൻ അർജുനനാണ്, അതുകൊണ്ട് അർജുനന് തന്നെ ഞാൻ ആദ്യം ചാൻസ് കൊടുക്കട്ടെ എന്ന്. അങ്ങനെ രണ്ടുപേരും യുദ്ധത്തിനുള്ള സഹായ അഭ്യർത്ഥന നടത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിരായുധനായിക്കൊണ്ട് ഒറ്റയ്ക്കൊരു ഭാഗത്ത് ഞാൻ നിൽക്കാം, മറുഭാഗത്ത് എൻ്റെ നാരായണീ സൈന്യവും ഏത് വേണമെങ്കിലും അർജുനൻ തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയുകയാണ്. അർജുനൻ പറയും, നിരായുധനായിരിക്കുന്ന ഭഗവാനെ എനിക്ക് അങ്ങയെ മാത്രം മതി, അല്ലാതെ എനിക്ക് സൈന്യം വേണ്ട എന്ന്. സന്തുഷ്ടനായിരിക്കുന്ന ദുര്യോധനൻ നാരായണീ സൈന്യത്തെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുക അർജുനനോട്, നിരായുധനായ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും നീ എന്തിനാണ് എന്നെ വേണമെന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ പറയും, ഭഗവാനെ, ആരുടെ കൂടെ ഈശ്വരനുണ്ടോ അവരെ കോടി നാരായണീ സൈന്യത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടോ എല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്നെ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്, അങ്ങ് എൻ്റെ രക്ഷകനായിട്ടുണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. നമ്മുടെ ബുദ്ധിക്കും എൻ്റെ കഴിവിനും എൻ്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ പരിശ്രമവും എല്ലാം ഞാൻ ചെയ്തിട്ടും ആ കാര്യം എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ, അതെൻ്റെ കൈവിട്ടു പോകുന്നു, എന്നെക്കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായ സമ്പൂർണ്ണ സമർപ്പണം നടത്തും ഭഗവാന്റെ അടുത്ത്. ഈശ്വര, ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങിൽ സമർപ്പിക്കുകയാണ് എന്ന്. ആ സമർപ്പണത്തോടുകൂടി വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഹായിക്കാൻ പറ്റുക തന്നെ ചെയ്യും. ഈശ്വരൻ നിരാകാരിയാണ്. നിരാകാരിയായിരിക്കുന്ന ഭഗവാന് നിരാകാരി ആയതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ ഏത് തത്വത്തിനെയും ഉപയോഗിക്കാം, ഏത് വ്യക്തിയെയും ഉപയോഗിക്കാം, എന്തിനേയും ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാനാകും. നിരാകാരിയാണെന്നുള്ളത് തന്നെയാണ് ഈശ്വരൻ്റെ ശക്തിയും. അതുകൊണ്ട് ആ നിരാകാരിയായിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്ന ജ്യോതിസ്വരൂപനായിരിക്കുന്ന ആ സർവശക്തൻ്റെ മുന്നിൽ നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണം, അത് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടിനെയും മരിച്ചു എന്ന് പറയുമ്പോൾ അവിടുന്ന് പുനരുജ്ജീവിച്ചു വരാനുള്ളതായിരിക്കുന്ന ശക്തിയായിട്ട് നമ്മുടെ മുന്നിൽ കാണാം. മഹാഭാരതത്തിൽ മറ്റൊരു ഉദാഹരണം, ഭീഷ്മര് ദുര്യോധനന്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും പാണ്ഡവരോടതായിട്ടുള്ള ഹൃദയത്തിൻ്റെ വാത്സല്യം കൊണ്ട് പാണ്ഡവന്മാരെ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ ഒരു ദിവസം രാത്രി ശിബിരത്തിൽ ചെന്ന് ഭീഷ്മരെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ പക്ഷത്ത് യുദ്ധം ചെയ്യുന്നെങ്കിലും അങ്ങ് പാണ്ഡവ പക്ഷത്താണ് എന്ന്. കേട്ട് ദേഷ്യം കൊണ്ട് സ്വയം മറന്ന ഭീഷ്മര് പറയുകയാണ്, നാളെ ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ഞങ്ങൾ ഒരാളെ ജീവിച്ചിരിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഈ ഒരു ഭീഷ്മ ശബ്ദം കഴിഞ്ഞപ്പോൾ കാറ്റ് മാറി വീശി അന്തരീക്ഷം മാറി എല്ലാവരും ഭയചകിതരായി. ലോകം മുഴുവൻ ഭീഷ്മരുടെ പ്രതിജ്ഞ കേൾക്കുകയാണ്. അത് കേട്ട് കൃഷ്ണൻ അർജുനനെ തെരഞ്ഞു പോവുകയാണ്. എവിടെ നോക്കിയിട്ടും അർജുനനെ കാണുന്നില്ല. നോക്കുമ്പോൾ അവസാനം അർജുനൻ്റെ ശിബിരത്തിൽ അർജുനൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ്. കൃഷ്ണൻ പോയി കുലുക്കി വിളിച്ച് ചോദിച്ചു, അല്ല അർജുന, നീയൊന്നും അറിഞ്ഞില്ലേ? ദാ പറയാം, ഓ എല്ലാം അറിഞ്ഞു ഞാൻ എന്ന് പറയും. എന്താ നീ അറിഞ്ഞത്? ഈ അടുത്തുണ്ടായ ശബ്ദം അറിഞ്ഞോ ചോദിക്കും. പറയാം, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഭീഷ്മർ നാളെ എന്നെ വധിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പിന്നെ നിന്നെ ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിക്കുകയാണ്. പറയാണ്, കൃഷ്ണ, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്തു, നാളെയും ഫുൾ ഡേ എനിക്ക് യുദ്ധം ചെയ്യണം, അപ്പോൾ കുറച്ച് വിശ്രമം എനിക്ക് ആവശ്യമാണ്.
പക്ഷേ അങ്ങ് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഭഗവാൻ ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ സ്വയം അവനവനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തരം വേറെ ഉണ്ടോ എന്ന്. അതുകൊണ്ട് സ്വയം ഭഗവാന്റെ കൈകളിൽ സമ്പൂർണ്ണ സമർപ്പണം. പിറ്റേ ദിവസം ഭീഷ്മരുടെ മരണേ നടന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും അർജുനൻ്റെ മൃത്യു അവിടെ സംഭവിച്ചില്ല. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ വേറൊരു സന്ദർഭം കൂടെ പറയുന്നുണ്ട്. രാജാ ഭഗദത്തനും അർജുനനും കൂടി യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനൻ്റെ ആ യുദ്ധം നടക്കുന്നതായിട്ടുള്ള യുദ്ധക്കളത്തിൽ ഒരു കൊച്ചു മരത്തിൻ്റെ മേലെ ഒരു കിളിയും അവരുടെ 3 കുട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ അഗ്നി ജ്വാലകൾ കത്തിച്ചേരുകയാണ്. അത്രയധികം ആയിരക്കണക്കിന് യോദ്ധാക്കൾ മരിച്ചു വീണിട്ടുണ്ട് അന്നത്തെ യുദ്ധത്തിൽ. അങ്ങനെ യുദ്ധം അതിശക്തമായിട്ട് വരുമ്പോൾ അഗ്നിജ്വാലകൾ 4 ഭാഗത്തും വരാൻ തുടങ്ങിയപ്പോൾ ആ മരം കത്താൻ തുടങ്ങുകയാണ്. ആ കിളി ഭയത്തോടു കൂടി തൻ്റെ കുട്ടികളെയും കൊണ്ട് താഴേക്ക് ചാടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്നെയും എൻ്റെ മക്കളെയും അങ്ങ് രക്ഷിക്കണേ എന്ന്. അർജുനൻ്റെ ഒരു അസ്ത്രം ആ സമയത്ത് പോയിട്ട് രാജാ ഭഗദത്തിൻ്റെ ആനയുടെ കഴുത്തിലിരിക്കുന്നുണ്ടായിരുന്ന ഒരു വലിയ മണി കെട്ടിത്തൂക്കിയിരുന്നു. ആ മണിയിൽ പോയിട്ട് ഇടിച്ചു. അങ്ങനെ ആ അസ്ത്രം ആ മണിയെ ആനയുടെ കഴുത്തിൽ നിന്ന് തെറിപ്പിച്ചു. ഈ വലിയൊരു മണി പോയിട്ട് നേരെ ഈ കിളികളുടെ മേലെ ഒരു കൂടാരം പോലെ അവിടെ ഇരുന്നു. അങ്ങനെ പകൽ മുഴുവൻ യുദ്ധം കഴിഞ്ഞു. സന്ധ്യാസമയത്ത് ആയിരക്കണക്കിന് യോദ്ധാക്കൾ മരിച്ചു, 4 ഭാഗത്തും തീ പടർന്നിരിക്കുന്നു. അങ്ങനെയുള്ള യുദ്ധക്കളങ്കത്തിൽ ശ്രീകൃഷ്ണൻ യുദ്ധം അവസാനിച്ചപ്പോൾ അർജുനനെയും കൊണ്ട് ആ മണിയുടെ അടുത്തേക്ക് പോവുകയാണ്. അർജുനനോട് പറയുന്ന ആ മണി ഒന്ന് പൊക്കി നോക്കാൻ പറയും. ആ മണി പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കിളിയും 3 കുട്ടികളും സുരക്ഷിതരായിട്ട് ഇരിക്കുകയാണ്. ഇത് കണ്ട് അർജുനനാകെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ തീ കത്തിപ്പിടിച്ച ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടും ഇവിടെ എല്ലായിടത്തും ഇത്രയും മനുഷ്യന്മാർ ഓടി നടന്നിട്ടും ഈ കിളിയും മക്കളും എങ്ങനെ രക്ഷപ്പെട്ടു എന്ന്. കൃഷ്ണൻ പറഞ്ഞു, ഭഗവാനോടത്ത് ഇവർക്ക് പൂർണ്ണ സമർപ്പണവും പൂർണ്ണ വിശ്വാസവുമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും പൂർണ്ണമായിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടും എനിക്കതൊന്നും അതിജീവിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരൊറ്റ ഉപായമാണ് പൂർണ്ണ സമർപ്പണം. നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സംസ്കാരം കൊണ്ടും സംബന്ധം കൊണ്ടും നമ്മുടെ സർവസ്വവും ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചു നോക്ക്. ആ സമർപ്പണത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി, അത് നമ്മുടെ ജീവിതത്തിൽ എന്തും നമുക്ക് നേടിയെടുത്ത് തരും. പ്രാർത്ഥനയും വിശ്വാസവും അത് രണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളല്ല, പക്ഷെ കാണാത്ത പലതിനെയും ജീവിതത്തിൽ സത്യമാക്കി മാറ്റുന്ന ശക്തിയാണ് പ്രാർത്ഥനയുടെ ശക്തിയും വിശ്വാസത്തിൻ്റെ ശക്തിയും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ഗംഗാമയ്യ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒഴുകുന്ന വെള്ളമെന്ന്. അതുപോലെ വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ എന്തുകൊണ്ടും ബ്രഹ്മബാബുള്ള സമയത്തൊരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ്. യജ്ഞത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ലൂസ് മോഷൻ വന്നു. ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അടുത്തൊന്നും ഹോസ്പിറ്റൽസും ഇല്ല, കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മൗണ്ട് അബൂല് മലയുടെ മുകളിലുള്ള കാലഘട്ടം. അപ്പം ആ സമയത്ത് ബാബ ചെന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചു, കുട്ടി വയ്യാന്നുണ്ടോ? ആ ബാബ, എന്താ ഡോക്ടറെ അടുത്ത് പോവുക? വേണ്ട, ബാബ എനിക്കെന്ത് തരുന്നു അത് മതി പറഞ്ഞു. ബാബ ഒരു സ്പൂൺ വെള്ളം എടുത്ത് ആ കുട്ടിയെ കുടിപ്പിച്ചു. അടുത്ത നിമിഷം തൊട്ട് ആ കുട്ടിയുടെ അസുഖം മാറുകയും ചെയ്തു. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ. വയറുവേദന കൊണ്ട് പൊളയ്ക്കുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ട് ബാബ പോയിട്ട് മോൾക്ക് വേദനിക്കുന്നുണ്ടോ, വയറുവേദന ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ ആ വയറുവേദന മാറിപ്പോയി. എന്തെന്ത് കഥകൾ കേട്ടിട്ടുണ്ട്. സ്വയം ഭഗവാനിൽ സമ്പൂർണ്ണ വിശ്വാസവും സമർപ്പണത്തിൻ്റെ ശക്തിയും നിങ്ങൾക്കുണ്ടോ, രോഗവും മാറും, ശോകവും മാറും, ദുഃഖവും മാറും, ദാരിദ്ര്യവും മാറും. അതിനൊക്കെ 2 ശക്തി മാത്രം മതി. ഒന്ന് സമർപ്പണത്തിൻ്റെ ശക്തി, ഒപ്പം സമർപ്പണത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിൻ്റെ ശക്തി. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നും നമുക്കില്ല, എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങളുമില്ല. സ്വയം ഭഗവാൻ നമ്മുടെ സ്വന്തമായിരിക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു അണുവായ എൻ്റെ അണുവിലും അണുവായിരിക്കുന്ന ഒരു ആഗ്രഹം, അത് അത്രയും ചെറുതാണ്. സമർപ്പണത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് അനുഭവമാവും. ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ സാമീപ്യവും ആ സഹായവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പൂർണ്ണ വിശ്വാസത്തിൻ്റെ ശക്തിയോടുകൂടി ജീവിതം ഏത് കഠിന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അത് സുഖമായി അനുഭവപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.